എൻ്റെ വീട്ടിൽ LPGയോ മറ്റു വിറകോ കത്തിക്കാതെ എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും വീട്ടിൽ ഒരുപോലെ ഇന്ന് 2026 മാസമായ വരെയും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം, ഡെന്നിസ് ടോക്കിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കല്ലുപ്പാറയുള്ള ശ്രാമ്പിക്കൽ എന്ന വീട്ടിലാണ്. നമ്മുടെ ഗ്യാസിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന ഈ സമയത്തും ഇത്രയും നാളായിട്ടും LPG ഉപയോഗിക്കാത്ത ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. അച്ഛാ നമസ്കാരം. അച്ഛാ, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, നമ്മുടെ LPG ഉപയോഗിക്കാതെ ഭക്ഷണം പാചകം ചെയ്യാനും എല്ലാം അടുപ്പ് കത്തിക്കാനും ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ സംരംഭം? ഞാൻ സുരേഷ് ശ്രാമ്പിക്കൽ. ഞാൻ 1990 കാലയളവിൽ ഒരു കൃഷിക്കാരനായതാണ്. അപ്പം അന്ന് തൊട്ട് എനിക്ക് പശു വളർത്തുണ്ട്. പശു വളർത്തി ലാഭകരമാക്കണമെന്ന രീതിയിൽ അതിൻ്റെ ബാക്കിയുള്ള ചാണകം അതുകൊണ്ടുള്ള ഓരോ സാധനങ്ങളും അത് പ്രയോജനപ്പെടുത്തിയെടുത്തെങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ എന്നുള്ള ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് കൃഷിഭവൻ മുഖേന 3100 രൂപ സബ്സിഡി തന്ന് 3 MQ ഒരു ഗ്യാസ് പ്ലാന്റ് തുടങ്ങിയതാണ്. 1992 ഫെബ്രുവരി 3-ാം തീയതിയാണ് ഇത് ഓപ്പൺ ആകുന്നത്. അന്ന് തൊട്ട് ഇന്നിതുവരെയും എൻ്റെ വീട്ടിൽ LPGയോ മറ്റു വിറകോ കത്തിക്കാതെ എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും വീട്ടിൽ ഒരുപോലെ ഇന്ന് 2026 മാസമായ വരെയും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, മുടക്കമില്ലാതെ. രണ്ട് വീട്ടിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പാചകം ചെയ്യാനും എല്ലാം സാധിക്കുന്നുണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ട് വീട്ടിലെ ഫുൾ പരിപാടി ഇതല്ല നടക്കുന്നത്. നമുക്കൊന്ന് കണ്ടാലോ ഗ്യാസ് അതിനെ പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും പറഞ്ഞു. ഇതിന് മുമ്പേ വേറൊരു രീതിയിലുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2010 ആയപ്പം ഇതൊരു മോഡേൺ തൊഴുത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ വകയായിട്ട് ഒരു സ്കീം കിട്ടി, അതനുസരിച്ച് തുടങ്ങിയാണ്. ഇപ്പം പശു വളർത്തൊക്കെ കുറഞ്ഞു, 40-40 വർഷമായില്ല. അപ്പം പ്രായമൊക്കെ ആയി, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ച് കൊണ്ടുപോയിരിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണല്ലോ മാറ്റൊക്കെ ഇട്ട് പശുക്കളെ സംരക്ഷിക്കാനും പശുക്കൾക്ക് കാടി കൊടുക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ. തീർച്ചയായിട്ടും എല്ലാം ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ്. ഞാൻ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് ശാസ്ത്രീയ രീതിയോടാണ് താല്പര്യം. ഞാൻ അതനുസരിച്ചാണ് ചെയ്ത്. അതുകൊണ്ട് എനിക്ക് 100% ലാഭം കിട്ടിയ ഒരു കൃഷിക്കാരൻ്റെ ഗണത്തിൽ പെടുത്തക്ക രീതിയിലുള്ള ആളാണ് ഞാൻ. കൃഷി എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല. എനിക്ക് ഇന്ന് കാണുന്ന എല്ലാം ഞാൻ കൃഷിയിൽ നിന്നുണ്ടാക്കിയതാണ്. എൻ്റെ മക്കളെ 2 പേരെ, മോളെ MSc നഴ്സിംഗ് വരെ പഠിപ്പിച്ചു, മോനെ MS വരെ BTech കഴിഞ്ഞ് MS വരെ എടുത്തു. 2 പേരെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ന്യായമായ രീതിയിൽ സമൂഹത്തിൽ മാന്യമായി ജീവിക്കത്തക്ക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഞാൻ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഓക്കെ, നമുക്ക് ആ പ്ലാന്റ് ഒന്ന് കാണാം. അതായത് ഇത് തുടങ്ങുന്ന ഇതിനകത്ത് വീഴുന്ന ചാണകം നമ്മൾ കഴുകി ഈ കുഴൽ വഴി ഒഴുകി ഈ ഇതിനകത്ത് വന്ന് വീഴുക. ഇതാ വലിയ ഇത് ഭൂമിക്കടി കിടക്കുന്ന ടാങ്ക. ഇത് ദീനബന്ധു മോഡൽ എന്ന് പറയുന്ന മോഡലിലുള്ള പ്ലാന്റാണ് ഇത്. അതിനകത്തൊന്ന് ഇതിന്റെ വേസ്റ്റ് വന്ന് ഇവിടെ പൊങ്ങും. ഗ്യാസ് ആ പൈപ്പ് വഴി നമുക്ക് അടുക്കളയിലേക്ക് പോകുന്നു. ഈ വേസ്റ്റ് ഇവിടുന്ന് ഒഴുകി അവിടെ വന്ന് വീണ് അവിടുന്ന് പമ്പ് ചെയ്ത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. കൃഷിക്ക് വളമായിട്ട്, കൃഷിക്ക് ഏറ്റവും നല്ല വളമായിട്ട് ഉപയോഗിക്കും. ഇത് കയറി പോകുന്നത്, ഈ പൈപ്പ് കയറി പോകുന്നത് ആ വീട്ടിലേക്കും വന്നു. ഇവിടുന്ന് നേരെ ഈ കണക്ഷൻ മനസ്സിലായി. ഒരു കണക്ഷൻ അങ്ങോട്ട് പോകും. അത് നേരെ ഇതിനെ വന്ന് ഈ പൈപ്പ് കഴിഞ്ഞ് നമുക്ക് ഈ അടുക്കള കത്തില്ല. തേനീച്ച, മീൻ വളർത്തല്, മറ്റു പുരയിട കൃഷികള് എല്ലാം ഉള്ള ഒരു സംയോജിത കൃഷിക്കാരനായിരുന്നു ഞാൻ. തീറ്റപ്പുല്ല് ഉണ്ട്, മീൻ വളർത്തലുണ്ട്. പുതിയ ആൾക്കാര് ഇത് കൂട്ടൊരു ബയോഗ്യാസിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ബയോഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയോടും നമ്മളോടും ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ്. കാര്യം വെച്ചാൽ
അതായത് പശുവിന്റെ ചാണകത്തിൽ നിന്നും ഗ്യാസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നെന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിക്ക് കേടുണ്ടാക്കുന്ന മീഥൈൽ കാർബൺ എന്ന് പറയുന്ന സാധനം കത്താനുള്ള വാതകമാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സംരക്ഷണം. സംരക്ഷണമാണ് ഈ ഈ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത്. പുതിയ ആൾക്കാർ ബയോഗ്യാസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായിട്ടും അവർക്ക് പശു വളർത്തലുണ്ടായിരിക്കണം. പിന്നെ ഈ ഈ, ആ, ചാണകം കൊണ്ട് കൃഷി ചെയ്യാനുള്ള താല്പര്യം വേണം. പിന്നെ ഇത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇതിന്റെ പുറത്തോട്ട് വരുന്ന വേസ്റ്റ് എന്ന് പറയുന്ന ലൂസായിട്ടുള്ളതാ. അത് പരിസരത്തിന് ദോഷം അത് ഒഴുകി നടന്ന് പരിസരത്ത് അയൽവാസികൾക്കും ദോഷം വരാതിരിക്കുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. വളരെ സന്തോഷം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. വീണ്ടും ഈ രംഗത്തേക്ക് പുതിയ പുതിയ കർഷകർ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരേക്കും. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ഡെന്നിസ്.